അപ്പോൾ നമുക്ക് നല്ല നാടൻ മീൻകറി ഉണ്ടാക്കി നോക്കിയാലോ. അതിലേക്ക് ഇതാ നമ്മൾ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, 2 സവാള, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ നാടൻ പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, കറിവേപ്പില, സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നന്നായി ചതച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പാന് ചൂടാക്കാൻ വയ്ക്കാം. പാന് ചൂടാക്കാൻ വെച്ചു ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയാവും എന്തോന്നും അറിയത്തില്ല. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് അളവൊന്നും അറിയത്തില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. ഓക്കെ ഗൈസ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ചെറിയുള്ളിയും സവാളയും നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചൂടായി നോക്കാം. ഓക്കെ, വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഓക്കെ, അയ്യോ അപ്പോഴാണ് കാര്യം, ഉലുവ പൊട്ടിച്ചില്ല. ഉലുവ നമ്മൾ ആദ്യം കുറച്ച് ഉലുവ പൊട്ടിക്കണമായിരുന്നു കേട്ടോ, ഞാനത് മറന്നുപോയി ഗൈസ്. ഞാൻ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഓക്കെ, നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സവാളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി വരണം. ഇതെങ്ങനെ മൂത്ത് വരും, അങ്ങനെ എന്തോ പറയും. അപ്പോൾ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്ന വരയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ചിലർ ഉപ്പിട്ട് കൊടുക്കും കേട്ടോ, കാരണം സവാള വേഗം വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കും. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ. ആദ്യമായിട്ടാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കാം. ഓക്കെ, അപ്പം നന്നായി ഇത് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വഴറ്റി കുറച്ച് ബാക്കി വന്ന ഐറ്റംസ് നമുക്ക് എന്തൊക്കെയാണ്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും, തക്കാളി, പിന്നെ നമുക്ക് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ ഗൈസ്, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. കണ്ടോ, അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തക്കാളിയും എല്ലാം ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ, പൊടികളുടെ പച്ചമണം മാറുന്നവരേക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കമ്മിയാക്കി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ എല്ലാം അപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്തൊരു മണം വരുന്നുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് പുളി പിഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പുളി പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി കുറച്ച് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ ഗൈസ്, നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ, ഞാനത് കാണിക്കാൻ മറന്നു പോയതാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് അടച്ച് വെക്കാം. പുളി നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. വെട്ടി തിളച്ച് ഇരിക്കുന്നുണ്ടോ, പുളിയൊക്കെ നല്ല വെന്തിട്ടാം. ഇനി നമ്മൾക്ക് അതിലോട്ട് മത്തി ഇട്ട് കൊടുക്കാം. നമ്മളത് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആദ്യമേ, കാരണം മീനിലേക്ക് നല്ല മസാല പിടിക്കാൻ വേണ്ടി ആദ്യം മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി വയ്ക്കാം കേട്ടോ. വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഗൈസ്, നമ്മുടെ മത്തിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ ഗൈസ്, അപ്പോൾ നമ്മൾ മത്തിക്കറി നല്ല തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്ന തുടങ്ങി. വായിൽ കപ്പലൊടിക്കുള്ള വെള്ളമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡിയായി ഗൈസ്. ഓക്കെ, കറി നാടൻ മാങ്ങച്ചാറ്, പിന്നെ ഇത് നമ്മുടെ ഉണക്കമീനല്ല പച്ചമാന്തൾ വറുത്തതാണ് കേട്ടോ. ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.